ഹലോ അസ്സലാമു അലൈക്കും മാത്ത് മസാല .യുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് യുഎയിൽ വന്നിട്ട് ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്യുക, അവരുടെ സ്കൂൾ പോർട്ടൽ വഴി നമ്മൾ എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക, ടീച്ചിങ് വാക്കൻസികൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലുള്ളതിലൊക്കെ നമ്മൾ CV അയക്കും, പക്ഷേ നമുക്ക് കാര്യമായിട്ടുള്ള ആളുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ അവരുടെ സ്കൂൾ സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒന്നുകൂടെ ആളുകളൊക്കെ കിട്ടുന്നതുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് DPS അജ്മാനിലുള്ള ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ നമുക്ക് എങ്ങനെ അവരുടെ സ്കൂൾ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് സ്കൂളിൻ്റെ സൈറ്റ് അടിക്കാം. ഇവിടെ നമ്മൾ DPS അജ്മാൻ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഗൂഗിളിൽ പോയിട്ട് DPS അജ്മാൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ മെയിൻ പോർട്ടലിലേക്ക് പേജ് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. എബൌട്ട് അസ്, അഡ്മിഷൻസ്, അക്കാദമിക്സ്, കരിയേഴ്സ്, കോണ്ടാക്റ്റ്. ആ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ അഡ്രസ്സും ഹോമിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതിൽ നമ്മൾ കരിയേഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ആദ്യം നമ്മുടെ പേര്, നെയിം എന്നുള്ള സെക്ഷനിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മുടെ ജെൻഡർ, അതുപോലെ നമ്മൾ ഏത് കാറ്റഗറിയിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് ടീച്ചിങ്ങിൻ്റെ തന്നെ ഏത് കാറ്റഗറി, മാത്തമാറ്റിക്സ് ടീച്ചറാണോ, ഫിസിക്സ് ടീച്ചറാണോ, ഏത് കാറ്റഗറിയിലോട്ടാണോ അത് കൊടുക്കണം. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഏത് ലെവൽ കുട്ടികൾ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണുള്ളത്, ഗ്രേഡ് 1 to 4 ആണോ, 4 to 5, 4 to 6, 4 to 7, അങ്ങനെ നമ്മുടെ ഒരു ഏജ് ലെവൽ നമ്മൾ ഏത് ലെവലിലാണോ നമുക്കുള്ളത് ആ ഒരു രീതിയിൽ നോക്കാം. പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മെയിൽ ID, നമ്മുടെ ഫോണ്, അതുപോലെ നമുക്ക് ഡോക്യുമെൻറ്റ്, അതായത് നമ്മുടെ റെസ്യൂമിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഫയൽ അറ്റാച്ച് ചെയ്യണം. അത് ചില സ്കൂളുകളിൽ നോക്കുന്ന സമയത്ത് 1 MB താഴെ ആയിരിക്കണം ആ ഒരു ഡോക്യുമെൻറ്റ് ഫയലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ സൈറ്റ് വഴി നമ്മുടെ ആ ഒരു പോസ്റ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് അജ്മാനിലുള്ള മറ്റൊരു ബ്രാഞ്ചാണ്. ഇവർക്ക് UAയിൽ 3 സ്കൂളുകളായിട്ടാണ് വരുന്നത്. ഈ ഒരു 3 സ്കൂളുകളിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അവരുടെ ടീച്ചിങ് വാക്കൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്ത ഹാബിറ്റാറ്റ് സ്കൂൾ അൽത്തല ബ്രാഞ്ചാണ്. ഈ അൽത്തല ബ്രാഞ്ചിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ ഏപ്രിലിൽ വാക്കൻസീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ വാക്കൻസീസ് ഇല്ല. പക്ഷെ കാണിച്ചു തരാം എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അവരുടെ മെയിൻ ഹോം പേജിലോട്ട് പോയാൽ നമുക്ക് അവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസിൽ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ കാറ്റഗറി അതുപോലെ ബ്രാഞ്ച്, ഈ 2 സെക്ഷനാണുള്ളത്. അതിൽ നമ്മൾ കാറ്റഗറിയിൽ നമുക്ക് വേണ്ട ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ളത് ചൂസ് ചെയ്യുക. എന്നിട്ട് ബ്രാഞ്ച് ഹാബിറ്റാറ്റ് ഓൾറെഡി നമ്മളത് ചൂസ് ചെയ്തതുകൊണ്ട് നമുക്കതിന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഗെറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്കൂളിൽ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും വാക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ ടൈമിൽ അവിടെ വാക്കൻസീസ് ഇല്ല. അതുപോലെ അടുത്ത ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ്. അതിലോട്ട് നമ്മൾ ജെർഫ് ബ്രാഞ്ചിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ള കാറ്റഗറി സ്റ്റൈൽ ടീച്ചിങ്, നോൺ ടീച്ചിങ്ങിലായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ ടീച്ചിങ് സെലക്ട് ചെയ്യാം. ടീച്ചിങ് സ്റ്റാഫായിട്ട് ടീച്ചറായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടീച്ചിങ് സ്റ്റാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഫയൽസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ അപ്ലൈ ചെയ്യാം. ബ്രിട്ടീഷ് സ്കൂളിൽ എക്സാമ്പിളാണ് നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂള്. അവിടെ നമുക്ക് ഇതുപോലെ ഹോം പേജ്, ഏത് സൈറ്റ് ചെന്നാലും ആദ്യം ഹോം പേജ് കാണാം. ഹോം പേജിൽ ഇവർക്ക് കരിയേഴ്സ് ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. പകരം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ സ്കൂളിൻ്റെ മെയിൽ ID നമുക്ക് ഇവരുടെ കോണ്ടാക്റ്റ് ആസ് എന്നുള്ള ഫോമിൽ നിന്ന് കിട്ടും. അവിടെ നമുക്ക് സ്കൂളിൻ്റെ മെയിൽ ID ചൂസ് ചെയ്യാം. അത് നമുക്ക് സ്കൂളിൻ്റെ മെയിൽ ID കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറക്റ്റ് CV അതിൻ്റെ മെസ്സേജ് അടക്കം നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു സ്കൂളിലോട്ട്. പിന്നീട് നമുക്ക് അവരുടെ ടീം മെമ്പേഴ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും, ഒരു സ്കൂളിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരു സ്കൂൾ സൈറ്റ് വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നീട് നമുക്ക് എന്താ വെച്ചാൽ ഇവരുടെ പോളിസീസ്, കാര്യങ്ങൾ, അഡ്മിഷൻസ് അങ്ങനെയുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ കോണ്ടാക്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്കൂളിൻ്റെ മെയിൽ ID, അതുപോലെ നമുക്ക് എന്തെങ്കിലും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺസേൺസ് എന്താണെന്നുള്ളത് മെസ്സേജ് രൂപത്തിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എല്ലാം കൊടുത്തു കഴിഞ്ഞ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചോ അതുപോലെ CV എങ്ങനെ നമുക്കൊരു CV അയക്കാം എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അടുത്തൊരു വീഡിയോ അതുമായി റിലേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്.
ഇതുപോലെയുള്ള മോർ ജോബ്സുമായിട്ടും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫ് ജോബ്സ് കുക്കിംഗ് ഓൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.